കഴിഞ്ഞ കുറേയധികം നാളുകളിലായി അല്ലെങ്കിൽ സന്ദർഭങ്ങളിലായി ഇടയ്ക്കിടയ്ക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അപകടങ്ങളെ കുറിച്ച വാർത്തകൾ നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചില രാഷ്ട്രങ്ങളിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന നിയന്ത്രണാതീതമായ കാട്ടുതീയുടെയും ഉഷ്ണാവസ്ഥയുടെയും കെടുതികൾ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. മറ്റു ചില സ്ഥലങ്ങളിൽ പ്രകൃതിയുടെ വ്യത്യസ്തമായ താണ്ഡവങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന ഭൂമി കുലുക്കത്തിനും ഭൂമി പിളരലിനും അങ്ങനെ വ്യത്യസ്തമായ പലതിനും സാക്ഷിയാകേണ്ടി വന്ന ആളുകളുണ്ട്. ഈ അടുത്ത കാലത്തായി നമ്മുടെ സമീപ പ്രദേശങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കാലവർഷത്തിന്റെ കെടുതി പ്രളയമായും ഉരുൾപൊട്ടലായും ഒക്കെ നമ്മുടെയും സമീപ പ്രദേശങ്ങളിൽ നാം അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായി നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ചില അപകട വാർത്തകൾ അതിന്റെ ഏറ്റവും തീക്ഷ്ണമായ രൂപത്തിലാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു വിമാനാപകടത്തിന്റെ യാത്രികരായ 241 ആളുകൾ ഉൾപ്പെടെ ഏതാണ്ട് 300ഓളം ആളുകളുടെ മരണത്തിലേക്ക് വഴിവെച്ച അപകടം. ഇതിനു മുൻപ് സാമ്പത്തിക നഷ്ടം സംഭവിച്ച ആൾ നഷ്ടം കാര്യമായി എടുത്തു പറയാനില്ലാത്ത കപ്പലുകളും അപകടത്തിൽപ്പെടുകയുണ്ടായി. പ്രകൃതി ദുരന്തങ്ങളും മറ്റ് അപകടങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ മുമ്പിലേക്ക് ഉയർത്തിപ്പിടിക്കുന്ന ചില ബോധ്യപ്പെടലുകളും തിരിച്ചറിവുകളുമുണ്ട്. വിശ്വാസികൾക്ക് മാത്രമല്ല, മുഴുവൻ മനുഷ്യരുടെയും ചിന്തകളിലേക്കും പഠനങ്ങളിലേക്കും കടന്നു വരേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അകലെ നടക്കുന്ന ഏതെങ്കിലുമൊക്കെ അപകടങ്ങളുടെ വാർത്തകൾ പലപ്പോഴും മീഡിയകളിലൂടെ, വിശേഷിച്ച് സോഷ്യൽ മീഡിയ ഇത്രമാത്രം സജീവമായി ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വിവരങ്ങൾ അറിയാനും കൈമാറാനുമുള്ള വലിയ സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നു തന്നിട്ടുണ്ട്. ബിന്യാമീൻ എന്ന കേരളത്തിന്റെ പ്രശസ്തനായ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ആടുജീവിതം എന്ന പുസ്തകത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആടുജീവിതം എന്ന സിനിമയെയോ ഒക്കെ ആസ്പദമാക്കി പറഞ്ഞ ഒരു വർത്തമാനം, നമ്മളാരും അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതങ്ങൾ പലപ്പോഴും നമുക്ക് മുമ്പിൽ കെട്ടുകഥകൾ മാത്രമാണ്. നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതങ്ങൾ നമുക്ക് മുൻപിൽ പലപ്പോഴും കെട്ടുകഥകൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അകലങ്ങളിൽ സംഭവിക്കുന്ന അപകടങ്ങളെ നമ്മളൊരു വാർത്തയായി മനസ്സിലാക്കും. നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നടക്കുന്ന അപകടങ്ങളെ കുറെ കൂടി ജാഗ്രതായ വിലയിരുത്തലുകളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കും. അതേസമയം അത്തരം അപകടങ്ങളിൽ നമ്മളോ നമ്മുടെ കുടുംബാദികളോ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ട് എന്ന് വന്നാൽ അപ്പോൾ ആ അപകടം മറ്റൊരാളുടെ കണ്ണിൽ ചെറുതാണെങ്കിലും നമ്മുടെ കണ്ണിൽ അത് വലുതായിരിക്കും. എന്ന് പറഞ്ഞാൽ നാം അനുഭവിക്കുന്ന ജീവിതങ്ങൾ നമുക്ക് വലുതാണ്, നാം അനുഭവിക്കുന്ന വേദനകൾ നമുക്ക് വലുതാണ്, നാം അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കുറെ കൂടി ആഴവും പരപ്പുമുള്ള തിരിച്ചറിവുകൾ നമുക്ക് പ്രദാനം ചെയ്യും. പ്രിയമുള്ള സഹോദരങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ലോകത്തിന്റെ പല കോണുകളിലും നടക്കുന്ന അപകടങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ചില കാഴ്ചപ്പാടുകളുണ്ട്. മനുഷ്യർക്കിടയിൽ
4 വിഭാഗം മനുഷ്യരും 3 മനോഭാവവും രൂപപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ. 4 വിഭാഗം മനുഷ്യരും 3 മനോഭാവങ്ങളും. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒരു അപകടം നടന്നാൽ ആ അപകടത്തിന് ഇരകളായി തീരുന്ന ഒന്നാമത്തെ വിഭാഗമുണ്ട്. ആ ഇരകളായി തീരുന്നവരുമായി നേർക്ക് നേരെ ബന്ധമുള്ള അവരുടെ ബന്ധുക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അങ്ങനെ ഒരു ചെറിയ ഒരു വൃത്തം, അല്ലെങ്കിൽ ഇരകളുടെ വേദനകളെ നേർക്ക് നേരെ മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയുന്ന ഒന്നാമത്തെ വിഭാഗം ഏത് അപകടത്തിന്റെയും പശ്ചാത്തലത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നവരാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ ഏത് അപകടം സംഭവിച്ചാലും എന്ത് നഷ്ടം സംഭവിച്ചാലും ജാതിയുടെയും മതത്തിന്റെയും ദേശത്തിന്റെയും വേഷത്തിന്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾക്കപ്പുറം പ്രാർത്ഥനകൾ കൊണ്ട് മനസ്സിൽ ചേർത്ത് നിർത്തുന്ന ആളുകളുണ്ടാകും. അതേ, ലോകത്തിന്റെ ഇന്ന കോണിലാണ് അപകടം സംഭവിച്ചത്, പക്ഷെ ആ അപകടത്തിൽ ഇരകളായിട്ടുള്ള മനുഷ്യർ എന്റെ കൂടി സഹോദരങ്ങളാണ്. അവരുടെ ഓരോരുത്തരുടെയും വേദനകൾ എന്റെ കൂടി വേദനകളാണ്. അവരുടെ ഓരോരുത്തരുടെയും നഷ്ടങ്ങളിൽ നിന്ന് അവർക്ക് കരകയറാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനകളായിരിക്കും രണ്ടാമത്തെ വിഭാഗം മനുഷ്യരിൽ ഉണ്ടാവുക. ഈ 2 കൂട്ടരാണ് യഥാർത്ഥത്തിൽ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൂമിയിൽ നിലനിൽക്കാൻ അവകാശമുള്ളവർ. ഒരു കൂട്ടർ ഇരകളാണെങ്കിൽ മറ്റൊരു കൂട്ടർ ഇരകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. കേവലം പ്രാർത്ഥനകൾ മാത്രമല്ല, രക്ഷാദൗത്യം കൂടി ഏറ്റെടുക്കുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം. എല്ലാവരും ഒരുപോലെ എന്നല്ല, സാധ്യമാകുന്ന തലങ്ങളിൽ നിന്നുകൊണ്ട് സാധ്യമാകുന്ന രീതിയിൽ ഉള്ള ഇടപെടലുകൾ. അത് ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രളയത്തിന്റെ സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് പ്രകൃതി ദുരന്തങ്ങളുടെ സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ നമ്മുടെ കൈവശമുള്ളതിൽ നിന്ന് നമ്മളെല്ലാം ധാരാളമായി വിനിയോഗിച്ചു നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട്. വിനിയോഗിച്ചത് നമ്മുടെ കയ്യിലുള്ളതാണ്, വിനിയോഗിക്കപ്പെട്ടത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ അത് വിനിയോഗിക്കാൻ നമ്മെ നയിച്ച മോട്ടീവ് എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി മാത്രമാണ്. അപ്പൊ ഈ 2 കൂട്ടർ, ഒന്ന് ഇരകളാക്കപ്പെടുന്നവരും രണ്ടാമത്തെ കൂട്ടർ ഇരകൾക്ക് താങ്ങും തണലുമായി വരുന്ന പ്രാർത്ഥനകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അവരോട് ചേർന്ന് നിൽക്കുന്ന 2 കൂട്ടരാണ്. ഇവരെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയാൻ കഴിയും. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ സംഭവിച്ചാലും അതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ വംശീയതയുടെയും വർഗീയതയുടെയും ചേരിതിരിവിന്റെയും വിത്തുകൾ വിതക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും തങ്ങൾക്കൊരു ലാഭം ഉണ്ടാകണം, തങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ അറിയപ്പെടണം, അല്ലെങ്കിൽ തങ്ങൾക്ക് ഭൗതികമായ ചില അജണ്ടകൾ തങ്ങളുടെ കൈവശമുണ്ട്, അത് നടപ്പിലാക്കപ്പെടണം. ഇങ്ങനെ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. ഏത് വിഷയത്തിലും നമുക്ക് ഇവരെ കാണാൻ കഴിയും. പഴയ കാലത്ത് ഉമവി അബ്ബാസി ഖലീഫമാരുടെ കാലഘട്ടത്തിലെ ഒരു സംഭവം പറയാറുണ്ടല്ലോ. ഹജ്ജ് സീസണിൽ ധാരാളം തിരക്കുള്ള ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടിയ ഹറം ജലനിബിഡമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ സംസം കിണറ്റിലേക്ക് പോയി മൂത്രമൊഴിച്ചതാണ് കഥ. മുൻപൊരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംസം കിണറ്റിലേക്കാണ് അദ്ദേഹം മൂത്രമൊഴിച്ചത്. അദ്ദേഹത്തെ പിടികൂടി രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ രാജാവ് ചോദിച്ചു, നീ എന്തിനെന്ത് ചെയ്യും? അദ്ദേഹത്തിന് ഒരൊറ്റ മറുപടി അതിനുണ്ടായിരുന്നുള്ളൂ, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി എന്നതല്ല, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോ ഞാൻ ടോയ്ലറ്റ് കണ്ടില്ല എന്നല്ല, അല്ലെങ്കിൽ വേറെ സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നല്ല. അദ്ദേഹം പറഞ്ഞ അങ്ങനെയെങ്കിലും ഞാനൊന്ന് അറിയപ്പെടട്ടെ എന്നാണ്. അങ്ങനെയെങ്കിലും ഞാനൊന്ന് അറിയപ്പെടട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കിടയിൽ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എന്ത് തന്നെ നടന്നാലും അതിനിപ്പോ ഒരു അപകടത്തിൽ ആളുകൾ ധാരാളമായിട്ട് മരണപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിൽ ഒരുപാട് മനുഷ്യരുടെ ജീവനും സമ്പത്തും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ വർഗീയമായ ഒരു ചേരിതിരിവ് സൃഷ്ടിച്ചെടുത്ത്
തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നേട്ടത്തിലേക്ക്, ഒരു ലാഭത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന, എന്തിനേയും ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചൂഷണ മനോഭാവമുള്ളവർ. നാലാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ മനോഭാവമുള്ളവരെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത നിഷ്കളങ്കരായ ആളുകളാണ്. പലപ്പോഴും അവർ അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ടു പോകുന്നവരാണ്. മറ്റുള്ള കെട്ടുകാഴ്ചകളുടെ പുറകെ അല്ലെങ്കിൽ കെട്ടുകഥകളുടെ പിന്നാലെ പോയിട്ട് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്നു പോവുകയും മിഥ്യയുടെ പുറകെ ധാരാളമായി സഞ്ചരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവര് യഥാർത്ഥത്തിൽ നിഷ്കളങ്കരാണ്. എന്താണ് ഇതിന്റെ ഭവിഷ്യത്ത് എന്ന് അവർക്ക് മനസ്സിലാക്കുന്നില്ല. പക്ഷെ അവരതിന്റെ പുറകിലുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായ ചില നിരീക്ഷണങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ അപകടങ്ങളുടെയും പിന്നിൽ എന്നല്ല, ഓരോ വർത്തമാനങ്ങളുടെയും പിന്നിൽ, വാക്കിന്റെയും പ്രവൃത്തിയുടെയും പിന്നിൽ ഇപ്പറഞ്ഞ അവസ്ഥാവിശേഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ഇത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടിയാണ്. ഇനി ഈ പറഞ്ഞ മൂന്ന് മനോഭാവം, അഥവാ ഒന്ന് ആളുകളെ സഹായിക്കാനുള്ള മനോഭാവം, രണ്ടാമത്തേത് ആളുകൾ എന്തിൽ നിന്നും തങ്ങൾക്ക് ലാഭം കൊയ്തെടുക്കണം എന്നുള്ള മനോഭാവം, മൂന്നാമത്തേത് ഒരു യാഥാർത്ഥ്യവും തിരിച്ചറിയാതെ മിഥ്യകളുടെ പുറകെ ചാടിപ്പുറപ്പെടുന്ന നിഷ്കളങ്കരായ ആളുകൾ. ഇങ്ങനെ ഒരു സാമൂഹ്യ ഘടനയിൽ നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അപകടങ്ങളെ, വിമാനാപകടത്തെ ഉൾപ്പെടെ നമ്മളൊന്ന് നോക്കിക്കാണണം. എന്താണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടങ്ങളുടെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അവന് പറയാനുള്ളത് അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹുവിന്റെ പരീക്ഷണം, മനുഷ്യന്റെ നിസാരത. വിശുദ്ധ ഖുർആൻ ഞാൻ ഓതി വെച്ച സൂറത്തുൽ ബഖറയിലെ 164 സൂക്തമുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും ഇങ്ങനെ മാറിയും മറിഞ്ഞും കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്നതിലും, വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹർ, കടലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലിലും. കപ്പൽ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ള വലഹുൽ ജവാരിൽ മുൻശആത്ത് ഫിൽ ബഹരി കൽ അഗ്ലാം, പർവ്വതങ്ങൾ പോലെ കടലിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭീമാകാരമായ കപ്പലുകളുണ്ട്. ചില കപ്പലുകൾക്ക് 400-500 മീറ്റർ നീളമുണ്ട്. 4-5 ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ നീളവും വീതിയുമുള്ള കപ്പലുകൾ കടലിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അത്രയും വലിയ ഭീമാകാരമായ കപ്പലുകൾ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കപ്പലിനകത്ത് എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ കപ്പലുകൾ ബിമാ യൻഫഉന്നാസ്, ജനങ്ങൾക്ക് പ്രയോജനകരമായ ഒരുപാട് ചരക്കുകൾ വഹിച്ചുകൊണ്ടാണ് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര വലിയ ഭാരമാണ്! ഓരോ രാഷ്ട്രങ്ങളുടെയും കടലിന്റെ അതിർത്തികൾ കടന്ന് ഓരോ രാഷ്ട്രത്തിൽ നിന്നുമുള്ള എത്ര വലിയ ഭാരമേറിയ ചരക്കുകളാണ് പരസ്പരം കൈമാറ്റം ചെയ്ത് മനുഷ്യ ജീവിതത്തിന് ഉതകുന്ന വിഭവങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭാരമേറിയ കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന ആ അവസ്ഥയിൽ കപ്പലിനെ കടലിലൂടെ സഞ്ചരിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചത്, അങ്ങനെ ഒരു വിദ്യയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വിശുദ്ധ ഖുർആൻ ശൈഖുൽ അംബിയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നുണ്ട്. ആദ്യമായി കപ്പൽ ഉണ്ടാക്കാൻ പഠിപ്പിച്ച നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എങ്ങനെയാണ് 30 മുഴം ഉയരമുള്ള കപ്പലിനെ 3 തട്ടുകളായി തിരിച്ച് ഏറ്റവും മുകളിൽ ഉയരം കുറഞ്ഞ ഭാഗത്ത് പക്ഷികളും, അതിനേക്കാൾ അല്പം ഉയരം കൂടിയ ഭാഗത്ത് മനുഷ്യരും, അതിനേക്കാൾ അല്പം ഉയരം കൂടിയ താഴ്ഭാഗത്ത് മൃഗങ്ങളെയും കയറ്റിയിട്ട് അതിസുരക്ഷിതമായി 6 മാസക്കാലം നീണ്ടുനിന്ന പെരുമഴയെ, തോരാമഴയെ ശൈഖുൽ അംബിയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതിജയിക്കുന്നത് 80 ആളുകളെയും കൂട്ടിയിട്ട്. അത് ചരിത്രമാണ്. 40 വർഷക്കാലത്തെ കഠിനമായ പരീക്ഷണത്തിന് ശേഷം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കപ്പലുണ്ടാക്കാൻ പഠിപ്പിച്ചത് അല്ലാഹുവാണ്. ആ കപ്പലിന്റെ രൂപം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ നിർമ്മിച്ചോ
അഥവാ മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ശരീരഘടന ഏത് രീതിയിലാണോ അതേ രീതിയിൽ തന്നെയാണ് ലോകത്ത് അന്ന് മുതൽ ഇന്ന് വരെ കപ്പലുകൾ ഉണ്ടാക്കിയിട്ടുള്ളതും തിരമാലകളെ കീറിമുറിച്ച് പുറംകടലുകളിലേക്ക് ഈ പറഞ്ഞ ഭാരമേറിയ ചരക്കുകളുമായി മനുഷ്യർക്ക് പ്രയോജനകരമായ അവസ്ഥയിൽ കപ്പലുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാവും പകലും മാറിയും മറിഞ്ഞും വരുന്നതിൽ അത് അള്ളാഹു കൈകാര്യം ചെയ്തതാണ്. കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ, ആ കപ്പലുകളാകട്ടെ മനുഷ്യർക്ക് പ്രയോജനകരമായ ചരക്കുകളുമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ. ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു, വെള്ളം ഇറക്കി തന്നു. ആ വെള്ളം കൊണ്ട് ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, മൃതമായി കിടക്കുന്ന ഭൂമിയെ അവൻ ജീവിപ്പിച്ചു. നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഴ എപ്പോൾ കൊണ്ടുപോയ വെള്ളമാണ് ഈ വന്നത്? ഒരുപാട് ചിന്തകൾ അതിന്റെ പിന്നിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോൾ ബാഷ്പീകരിപ്പിച്ച് ആകാശത്ത് സ്റ്റോർ ചെയ്തു വെച്ച എത്ര മില്യൺ കണക്കിന് ടൺ, എത്ര ടൺ കണക്കിന് വെള്ളമാണ് കാർമേഘങ്ങൾ നമ്മുടെ തലക്ക് മുകളിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ബാഷ്പീകരിച്ച വെള്ളമാണോ ഇന്ന് മഴ പെയ്തത്? നമ്മുടെ പെരിയാറിൽ നിന്ന് ബാഷ്പീകരിച്ച വെള്ളമാണോ നമ്മുടെ ആലുവയിൽ പെയ്തിറങ്ങിയ മഴ? ലോകത്തെ ഏതെല്ലാം കോണുകളിലെ ഏതെല്ലാം കടലുകളിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെട്ട ഉപ്പുവെള്ളമാണ് കൊണ്ടുപോയത്? അതൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ശുദ്ധമായ ജലം നിങ്ങൾക്ക് ഇറക്കി തന്നത് ആരാ? ഈ ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് ഇറക്കി തരുന്നതിന് മുൻപ് ആ വെള്ളം എവിടെ നിന്നാ കൊണ്ടുപോയത്? എത്ര വലിയ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിങ്ങുകൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് ഇറക്കിയത്? ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ചിന്തകളും അതിന്റെ പിന്നിലുണ്ട്. പ്രിയമുള്ളവരെ, ആ മഴയിൽ പെയ്തിറങ്ങിയ വെള്ളത്തിന്റെ ഭൂമിയുടെ മണ്ണടലുകളിലേക്ക് ചേർത്ത് വെച്ച് ഭൂമിയെ അതിനെ വലിച്ചെടുത്തിട്ട് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ആവശ്യമുള്ള ഇടങ്ങളിൽ മൃതമായി കിടക്കുന്ന ഭൂമിയെ ആ മൃതാവസ്ഥക്ക് ശേഷം അതിനെ ജീവിപ്പിച്ചു കൊണ്ടുവന്നു. അതിൽ നിന്ന് ധാരാളം സസ്യജാലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൽപ്പാദിപ്പിച്ചു. തികച്ചും വ്യത്യസ്തമായത്, ഒരേ വെള്ളം കുടിച്ച് ഒരേ സൂര്യന്റെ ഊർജം സ്വാംശീകരിച്ച് ഒരേ മണ്ണിൽ വളർന്നിട്ടും വ്യത്യസ്തമായ രുചിയും വ്യത്യസ്തമായ ഗുണവും വ്യത്യസ്തമായ മണവും വ്യത്യസ്തമായ രൂപവും വ്യത്യസ്തമായ എല്ലാ വ്യത്യസ്തതകളുള്ള പഴങ്ങൾ ഒരേ മണ്ണിലാണ്, ഒരേ വെള്ളമാണ്, ഒരേ സൂര്യന്റെ ചൂടാണ്, പക്ഷെ എല്ലാം വ്യത്യസ്തമാണ്. എന്നിട്ട് നിങ്ങളെ ഇങ്ങനെ ചിതറി ഭൂമിയുടെ പല ഭാഗങ്ങളിലാക്കി സസ്യജാലങ്ങൾ അവൻ ഉൽപ്പാദിപ്പിച്ചു തന്നു. കാറ്റിനെ വീശിപ്പിച്ചു. ആ കാറ്റ് വീശിയതിലൂടെ കാർമേഘങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സഞ്ചരിപ്പിച്ചു. ആ കാർമേഘങ്ങളെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തലക്ക് മുകളിൽ കൊണ്ടുവന്ന് ബൈനസ്സമാഇ വൽ അർള്, ആകാശഭൂമികൾക്കിടയിൽ ആ കാർമേഘങ്ങളെ കൊണ്ടുവന്ന് എവിടെ നിൽക്കണം അവിടെ നിന്നോളൂ, എവിടെ പെയ്യണം അവിടെ പെയ്തോളൂ, എവിടേക്ക് സഞ്ചരിക്കണം അവിടേക്ക് സഞ്ചരിച്ചോളൂ. ഏത് ആസൂത്രകനാണ് ഇത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് ശക്തിയാണ് ഇത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ കടലിൽ സഞ്ചരിപ്പിക്കുന്ന ഈ കപ്പൽ ഉൾപ്പെടെ ചേർത്ത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലആയാത്തിൽ ലിഖൗമി യഅഖിലൂൻ. ബുദ്ധിയുള്ള മനുഷ്യർക്ക്, ചിന്തിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്നതുപോലെ അതിലൊക്കെ സംഭവിക്കുന്ന അപകടങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനം കൂടിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, 242 ആളുകൾ യാത്ര ചെയ്തിടത്ത് നിന്ന് 242 നിന്ന് ഒരു മനുഷ്യൻ മാത്രം എമർജൻസി ഡോറിന്റെ അരികിൽ ഇരുന്നത് കൊണ്ട് തെറിച്ചു വീണ് അപകടം പറ്റാതെ രക്ഷപ്പെട്ടിരിക്കുന്നു. തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പോലെ യാത്ര ചെയ്ത, സ്വപ്നങ്ങളുടെ ഭാണ്ഡങ്ങളും വരെ യാത്ര ചെയ്ത മുഴുവൻ മനുഷ്യരും മരണപ്പെട്ടപ്പോ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ട്രാഫിക് ജാമിൽ പെട്ടിട്ട് 10 മിനിറ്റ് 15 മിനിറ്റ് വൈകിപ്പോയ യാത്രക്കാരൻ എമിഗ്രേഷൻ ഓഫീസറുടെ മുമ്പിൽ വന്നിട്ട്, ഞാൻ ഇത്രയല്ലേ വൈകിയുള്ളൂ, എന്നെ ഒന്ന് അകത്ത് പ്രവേശിപ്പിക്കൂ, എനിക്ക് ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെന്ന് പറയുമ്പോ സെക്യൂരിറ്റി ചെക്കിൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല, മാറ്റി നിർത്തിയ മനുഷ്യന്. അപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു തീരുമാനിച്ച സമയമായിട്ടില്ല. മറുഭാഗത്ത് അള്ളാഹു തീരുമാനിച്ച സമയമായ ആളുകൾ അതിൽ കയറിയിരിക്കുന്നു.
ഇത് അള്ളാഹുവിന്റെ കൃത്യമായ നിശ്ചയവും തീരുമാനവുമാണ്. ഇതാണ് വിശ്വാസിയുടെ മുമ്പിൽ. നിങ്ങൾക്ക് അള്ളാഹു ഒരു പിടി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അവൻ നിങ്ങളെ പരീക്ഷണത്തിൽ അകപ്പെടുത്തുന്നു. ഈ പരീക്ഷണത്തിൽ അകപ്പെടുത്തുമ്പോ മനുഷ്യ, നിന്റെ നിസ്സാരത നിനക്ക് ബോധ്യപ്പെടട്ടെ. അതാണ് അതിന്റെ മർമ്മം. എല്ലാത്തിനെയും സൃഷ്ടിച്ച കാരുണ്യവാനായ, എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ പരീക്ഷണത്തിൽ അകപ്പെടുത്തുമ്പോ ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത നിന്റെ നിസ്സാരത നിനക്കൊന്ന് ബോധ്യപ്പെടണം. നീ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. നീ വേണമെങ്കിൽ 100 കൊല്ലം കഴിഞ്ഞ് സംഭവിക്കാനുള്ള ചന്ദ്രഗ്രഹണത്തെ കുറിച്ച് നീ വേണമെങ്കിൽ ഇന്ന് പറയും. കാരണം നിന്റെ മുമ്പിലുള്ള ശാസ്ത്രം അത്രയും പുരോഗമിച്ചു കഴിഞ്ഞു. നീ വേണമെങ്കിൽ നിന്റെ വീട്ടിലെ എല്ലാ പണിയും ചെയ്യാവുന്ന, അടുക്കളപ്പണി ചെയ്യാവുന്ന ചില ഉപകരണങ്ങളിലെ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു. മിക്സി ഉപയോഗിച്ചു, വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചു, അല്ലെങ്കിൽ മറ്റ് യന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചോളൂ. ഒരു റോബോട്ടിനെ വേണമെങ്കിൽ തരാം. മനുഷ്യൻ അത്രയും പുരോഗമിച്ചു. നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് ഗുളികയും മരുന്നും എടുത്തു തരാൻ ഒരു ഹോം നേഴ്സിനെ പോലെ വേണമെങ്കിൽ ഒരു റോബോട്ട് വർക്ക് ചെയ്തു. നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരും. നിങ്ങൾ കഴിച്ച പാത്രം കഴുകി വെച്ച് തരും. നിങ്ങൾ പുരോഗതിയുടെ അങ്ങേ തലക്കലെത്തി 100 150 കൊല്ലങ്ങൾക്ക് അപ്പുറം സംഭവിക്കാനുള്ള ഭാവിയെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ പ്രവചിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന അതിസൂക്ഷ്മമായ ഒരു രോഗാണുവിന്റെ മുമ്പിൽ പതറിപ്പോകാവുന്ന നിസ്സാരതയെ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾ ഒരുപാട് കാലങ്ങളായി നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയ നിങ്ങളുടെ സമ്പത്തുണ്ട്. ഒരൊറ്റ ഒരു അസുഖത്തിന്റെ പേരിൽ ആശുപത്രിയുടെ വരാന്തയിൽ വെച്ചു കൊടുക്കാനുള്ള സമ്പാദ്യമേ നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ വീടും നിങ്ങളുടെ വാഹനവും നിങ്ങളുടെ സ്ഥലങ്ങളും ഒക്കെ ചേർത്ത് വെച്ചാലും ഒരൊറ്റ അസുഖത്തിന്റെ പേരിൽ വേണമെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരാം. നിങ്ങളിൽ നിന്ന് എത്ര പെട്ടെന്നാണ് മറ്റൊരാളിലേക്ക് അത് കൈമാറ്റം ചെയ്യുന്നത്? അപ്പൊ മനുഷ്യന്റെ ഈ നിസാരതയിലാണ് യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. എപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത് പ്രാർത്ഥിച്ചത്? ഒട്ടകത്തിന്റെ പുറത്ത് കയറിയപ്പോ. എന്ന് കരുതിയിട്ട് ലോകത്തെ ഏതെങ്കിലും പണ്ഡിതന്മാർ ഒട്ടകപ്പുറത്ത് കയറുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്ന പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒട്ടകം എന്ന് പറയുന്നത് വാഹനമാണ്. ആ യാത്രക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓരോ യാത്രയിലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ അള്ളാഹുവിൽ വരവേൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിന്റെതല്ലാത്ത ഒരു കഴിവും ഒരു കുദറത്തും ഒന്നും ഇവിടെ സംഭവിക്കാനില്ല. ഇതൊരു തീർച്ചപ്പെടലാണ്. എന്നിട്ട് താൻ വില കൊടുത്തു വാങ്ങിയ, കോടികൾ വില കൊടുത്തു വാങ്ങിയ വാഹനത്തിൽ കയറിയിട്ട് ആ വാഹനം സ്റ്റാർട്ട് ചെയ്ത് യാത്ര ആരംഭിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു സുബ്ഹാനല്ലദീ സഖറ ലനാ, ഈ വാഹനം എനിക്ക് തന്ന അള്ളാഹു പരിശുദ്ധനാണ്, സ്വന്തമായിട്ട് തന്നത്. ഇനി അതല്ല, വിമാനത്തിൽ കയറി, കപ്പലിൽ കയറി, സൈക്കിളിൽ കയറി, അവനും പ്രാർത്ഥിക്കുന്നത് അതേ പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ റസൂല് കയറിയ വാഹനം ടയറ് പൊട്ടി പഞ്ചറാകുന്ന വാഹനമായിരുന്നില്ല, ബ്രേക്ക് പോയി കൂട്ടിയിടിക്കുന്ന വാഹനമായിരുന്നില്ല. അതൊരു ഒട്ടകമാണ്. പക്ഷെ ആ കസ്വാരി എന്ന പെണ്ണൊട്ടകത്തിന്റെ പുറത്തിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ 1400 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോ നമ്മളിലേക്കാണ് അത് അതിനേക്കാൾ സൂട്ടാകുന്നത് എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ നിസ്സാരതയെ തിരിച്ചറിയാൻ വേണ്ടി അല്ലാഹു പഠിപ്പിച്ചതാണ്. നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയ വാഹനം, നിങ്ങൾ വില കൊടുത്തെടുത്ത ടിക്കറ്റ്, പക്ഷെ നിങ്ങളുടെ യാത്രയിൽ ഈ ആനുകൂല്യം നിങ്ങൾക്ക് നൽകിയത് അല്ലാഹുവാണ്. ഇനി ആ യാത്രയിൽ പറഞ്ഞ അടുത്ത വാക്കെന്താ? വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അള്ളാഹ് ഉദ്ദേശിക്കട്ടെ. അള്ളാഹ് ഉദ്ദേശിച്ചാലേ നമ്മൾ എത്തേണ്ടടുത്ത് എത്തൂ. അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്തേണ്ടടുത്ത്, അതിലൊരുപാട് ആശയതലങ്ങളുണ്ട് കേട്ടോ, അർത്ഥമല്ല ഞാൻ ഈ പറയുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ നമ്മൾ എത്തേണ്ടടുത്ത് എത്തൂ. അല്ലാതെ നമ്മൾ ഇറങ്ങി തിരിച്ചു, നമ്മൾ പുറപ്പെട്ടു, നമ്മൾ എല്ലാ പണിയും ചെയ്തു, അതൊക്കെ അവിടെ നിൽക്കും. അള്ളാഹ് തീരുമാനിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ
10 മിനിറ്റ് 15 മിനിറ്റ് ട്രാഫിക് ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നതുകൊണ്ട് ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് തിരിച്ചു കിട്ടിയത് ജീവനാണ്, ജീവിതമാണ്. അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ പഠിക്കേണ്ട കുറെ പാഠങ്ങൾ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം, അള്ളാഹുവിന്റെ പരീക്ഷണത്തെ കുറിച്ച് പഠിക്കണം, അള്ളാഹുവിന്റെ തീരുമാനത്തെ കുറിച്ച് പഠിക്കണം, മനുഷ്യന്റെ നിസ്സാരതയെ കുറിച്ച് പഠിക്കണം. പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ചേർത്ത് വെക്കുന്ന അള്ളാഹുവിലേക്കുള്ള തവക്കുൽ, അതാണ് എന്നെ ഞാനാക്കി നിലനിർത്തുന്നത് എന്ന ഒരു ബോധ്യമുണ്ടാകണം. ഇനി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫില് ശക്തമായ ഭാഷയിൽ പറയുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ വലൗ അന്ന അഹ്ലുൽ ഖുറ, ജനങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, തഖ്വ പുലർത്തുകയാണെങ്കിൽ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹു അനുഗ്രഹങ്ങൾ ഇറക്കി കൊടുക്കും. ഇനി അതെല്ലാം മനുഷ്യർക്ക് ചില സൂചനകൾ കൊടുക്കും. മനുഷ്യർ എല്ലാ പരിധികളും വിട്ടു പോവുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അവനവനിലേക്ക് മാത്രം ചുരുങ്ങുന്ന കണ്ണുകളുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ സ്വന്തത്തെ കാണാൻ, സ്വന്തത്തെ അനുഭവിക്കുക, സ്വാർത്ഥരാവുക. ഇന്ന് ലോകം ഒരുപാട് ചുരുങ്ങി, ആളുകൾക്കിടയിലുള്ള ബന്ധങ്ങൾ അടുത്തു, സാമൂഹ്യ മാധ്യമങ്ങളുടെ വിശാലമായ തലങ്ങൾ മനുഷ്യർക്കിടയിൽ തുറന്നു വെക്കപ്പെട്ടു. പക്ഷെ അപ്പോഴും മനുഷ്യർ ഓരോരുത്തരും സ്വാർത്ഥതയിലേക്ക് ചുരുങ്ങി. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അഫഅമിന അഹ്ലുൽ ഖുറ അയ്യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. നിങ്ങൾ ഗ്രാമവാസികൾ നിർഭയരാണോ? നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുകയില്ല എന്ന കാര്യത്തിൽ? അല്ലെങ്കിൽ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയത്തങ്ങനെ തുടർന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ കളിയും മൈതാനങ്ങളിൽ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കെ, നിങ്ങളുടെ കുടുംബാദികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ, നിങ്ങൾ ആഹ്ലാദവേളകളിൽ, കല്യാണ വീടുകളിൽ, സന്തോഷവേളകളിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ വിപത്ത് നിങ്ങളെ പിടികൂടുകയില്ല, ശിക്ഷ നിങ്ങളെ പിടികൂടുകയില്ല എന്ന കാര്യത്തിൽ നിങ്ങൾ നിർഭയരാണോ? ആകാശത്തുള്ളവൻ നിങ്ങളുടെ നേരെ ചരൽക്കാറ്റ് വിതക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തീക്കാറ്റ് വിതക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഭൂമികളെ കൊണ്ട് പിളർന്നു പോവുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ചോദ്യങ്ങൾ ഒരുപാടാണ്. ആ ചോദ്യങ്ങൾ എന്തിനു ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ, അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ ഇരകളായി പോകുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സ്നേഹിക്കാനും അവരുടെ വേദനകളിൽ പങ്കാളികളാകാൻ കഴിയുന്ന ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുത്ത് നമ്മുടെ നിസ്സാരത ബോധ്യപ്പെടുക എന്നതേ അതിന്റെ പിന്നിലുള്ളൂ. ഇത് തിരിച്ചറിവിന്റെ ഉണർത്തുപാട്ടുകളാണ്, ഉറങ്ങുന്നവരെ ഉണർത്താനുള്ള ചില പാട്ടുകളാണ്. നിങ്ങളുടെ അലക്ഷ്യമായ ജീവിതത്തിൽ, നിങ്ങളുടെ അലസമായ ജീവിത യാത്രകൾക്കിടയിൽ നിങ്ങളെ തട്ടിവിളിച്ച് അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ കുതിരത്വം നിങ്ങളെ ബോധ്യപ്പെടുത്തും, നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ വലിപ്പവും ബോധ്യപ്പെടുത്തുന്ന ഉണർത്തുപാട്ടുകളായിട്ടാണ് നമ്മൾ ഇതിനെ വായിച്ചെടുക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരന്തങ്ങളിൽ പെട്ടുപോകുന്ന, ഇരകളായി പോകുന്ന മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ കാരുണ്യത്തിന്റെ തണൽ വിരിച്ചു കൊടുക്കുമാറാകട്ടെ. വേദനിക്കുന്നവരുടെ കുടുംബാദികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസവും മനസ്സിന് ധൈര്യവും സ്ഥൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ.